ഇന്ന് രാവിലെ മുതൽ ഉയർന്നു കേൾക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്തുകൊണ്ട് സുരേഷ് ഗോപി ഒന്നും മിണ്ടാതെ ഉരിയാടാതെ അപ്പുറവും ഇപ്പുറവും ആളുകൾ നിർത്തി മുദ്രാവാക്യം വിളിപ്പിച്ചുകൊണ്ട് ഓടി മറഞ്ഞത് എന്ന്. അല്ലെങ്കിൽ തന്റെ പ്രവർത്തനങ്ങളെ മുഴുവൻ 1000 നാവാക്കി പറഞ്ഞ് സുരേഷ് ഗോപിയുടെ വാ തുറക്കാതെ പോയത് എന്താണ്, നാവ് ചലിക്കാതെ പോയത് എന്താണ്? പക്ഷെ അതിനിടയിൽ CPM ഒരു പണി ഒപ്പിച്ചു. വന്ദേ ഭാരതിൽ വന്നിറങ്ങിയ സുരേഷ് ഗോപിക്ക് കുറച്ചുകൂടി മാധ്യമ ശ്രദ്ധ കിട്ടാനായി അദ്ദേഹത്തിന്റെ ഓഫീസിന് മുന്നിലെ ബോർഡിൽ തന്നെ കരിയോയിൽ ഒഴിച്ചു. സത്യം പറഞ്ഞാൽ അത് സുരേഷ് ഗോപിക്ക് ഒരു താങ്ങായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്നാൽ കോൺഗ്രസുകാർ തെളിവുകൾ നിരത്തി ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ സുരേഷ് ഗോപി മാത്രമല്ല, ഭാര്യയും സഹോദരനും അടക്കം സകലരും വോട്ട് അട്ടിമറിയിൽ പ്രതിക്കൂട്ടിലാവുമ്പോൾ സുരേഷ് ഗോപി എന്ന തൃശൂർ എടുത്തുകൊണ്ടുപോയ MP-ക്ക്, സിനിമാ മോഹിയായ കേന്ദ്രമന്ത്രിക്ക് കൈകൂപ്പാനല്ലാതെ മറ്റൊന്നിനും സാധിക്കാതെ വരുമ്പോൾ അവിടെ ബലിയാടായി മാറുന്നത് ശോഭാ സുരേന്ദ്രനാണ്. സുരേഷ് ഗോപി എങ്ങനെയെങ്കിലും രക്ഷിച്ചെടുക്കണം എന്ന വലിയൊരു ഉത്തരവാദിത്വം ശോഭാ സുരേന്ദ്രന്റെ തലയിലാണ് BJP ഇട്ടുകൊടുത്തിരിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖർ എന്ന BJP സംസ്ഥാന അധ്യക്ഷൻ വരെ സുരേഷ് ഗോപി പറയട്ടെ എന്ന് പറഞ്ഞ് തടി തപ്പിയപ്പോൾ ഒടുക്കം ശോഭാ സുരേന്ദ്രനെ തന്നെ BJP ഇറക്കേണ്ടി വന്നു. ആ രംഗങ്ങൾ ഒന്ന് കാണാം. ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്, ഞങ്ങൾ ഇതൊന്നും പേടിച്ചിട്ടല്ല. മാന്യമായിട്ട് നിൽക്കണം. ഗോപം നനഞ്ഞതുപോലെ തലയിലൊരു കെട്ടും കെട്ടിയിട്ട് ഇറങ്ങി പുറപ്പെടാൻ ഞാൻ ഉൾപ്പെടെയുള്ള സ്ത്രീകൾക്ക് ചങ്കൂറ്റമുണ്ട്. പക്ഷേ ഞാൻ അമ്മമാരോട് പറഞ്ഞു, ഇപ്പൊ എന്താ ഗോവിന്ദ മാഷ് ആഗ്രഹിക്കുന്നത്? ഗോവിന്ദ മാഷ് ആഗ്രഹിക്കുന്ന തൃശൂർ ജില്ലയിൽ ഒരടി നടക്കണം. ഇവിടെയുള്ള നേതാക്കന്മാർ മുഴുവൻ ആ സംഘടനത്തിൽ പെടണം. അങ്ങനെ DYFIക്കാരന്റെ ഇവരുടെ മാർക്സിസ്റ്റ് പാർട്ടി ഓഫീസിലേക്ക് നമ്മൾ പോകണം. അവരതാ വിചാരിച്ചത്. കരിയോയില് സുരേഷ് ഗോപിയുടെ ഫ്ലക്സ് ബോർഡിൽ ഒഴിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മള് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഓഫീസിലേക്ക് പോയി കരിയോയിൽ ഒഴുക്കും എന്നാണ്. അപ്പം മുക്കാൻ മാത്രം ബുദ്ധിയില്ല. പിണറായി വിജയനെ കാണുമ്പോ പേടി കൊണ്ട് വിറയ്ക്കുന്ന ഗോവിന്ദ മാഷ് വിചാരിച്ചത് ഞങ്ങൾ എല്ലാവരും കൂടി ബക്കറ്റിലെ കരിയോയിലും വാങ്ങിയിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോകും, മാർക്സിസ്റ്റുകാർ ഇറങ്ങും, ഞങ്ങളുടെ മുതിർന്ന നേതാക്കന്മാരും പ്രവർത്തകരെയും ഒക്കെ അടിക്കും, പോലീസ് വരും, കുറെ അക്രമ സംഭവങ്ങൾ തൃശൂർ ജില്ലയിൽ ഉണ്ടാക്കാം എന്നാണ് നിങ്ങളൊക്കെ വിചാരിച്ചത് അല്ലെ? എന്നാൽ ഞങ്ങൾ പഠിച്ച സ്കൂളിലല്ല ഗോവിന്ദൻ മാഷ് പഠിച്ചത്. അത് മനസ്സിലാക്കാം. ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ പ്രവർത്തനം എന്ന് പറയുന്നത്. ഞങ്ങളിപ്പോൾ കേരളത്തിൽ ഡാറ്റ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വ്യക്തികളുടെ ഞങ്ങൾ വോട്ട് ചേർത്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ ബൂത്തുകളിലും വോട്ട് ചേർക്കുന്നതിന്റെ ഭാഗമായി നിതാന്ത പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ വരെ അദ്ദേഹത്തിന്റെ ഭാര്യ ഉൾപ്പെടെ ഇവിടെ നമ്മൾ അവിടെ താമസിച്ചിട്ടുണ്ട്. ആ താമസിച്ച ആളുകളുടെ വോട്ട് അവിടെ ഞങ്ങൾ ചേർത്തിട്ടുണ്ട്. നിങ്ങൾ ഇത്രയും വലിയ വോട്ടിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. ആരാണോ മഞ്ചേശ്വരത്ത് ശ്രീമാൻ സുരേന്ദ്രനെ തോൽപ്പിച്ചത്? മഞ്ചേശ്വരത്ത് 89 വോട്ടിന് സുരേന്ദ്രനെ തോൽപ്പിക്കാൻ വേണ്ടി 15,000 കള്ള വോട്ട് മഞ്ചേശ്വരത്ത് നിങ്ങൾ ചേർത്തു. നിങ്ങൾ ആലപ്പുഴയിൽ ചേർത്തില്ലേ? ആലപ്പുഴയിൽ നിങ്ങൾ ഇഷ്ടം പോലെ കള്ളവോട്ട് ചേർത്തു. 1 ലക്ഷത്തിൽ താഴെ വോട്ടിന്റെ വ്യത്യാസമുണ്ട് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നമ്മളല്ലേ ഒരുമിച്ച് പോയി പരാതി കൊടുത്തത്? ആരും ചോദിച്ചില്ലല്ലോ. ഒരു പ്രതിപക്ഷവും ഉണ്ടായിരുന്നല്ലോ ഇല്ലല്ലോ എന്ന്. എന്നിട്ട് എന്ത് സംഭവിച്ചു? കരിയോയിൽ ഒഴിച്ചവനോട് ഞാൻ പറയുകയാണ്, നിന്റെ തലക്കകത്ത് ആൾതാമസമുണ്ടെങ്കിൽ നീ മനസ്സിലാക്കേണ്ടത് തൃശ്ശൂർ പേരൂരല്ല നിന്റെ വലിയ നേതാക്കന്മാരുടെ സ്ഥലം. ഏത് സമരസ്ഥലം? അവരുടെ സമരഭൂമി എവിടെയാണെന്ന് അറിയുമോ? പുന്നപ്ര വടക്ക്, പുന്നപ്ര തെക്ക്, പിന്നെയോ വയലാറിന്റെ ഭൂമി. അവിടെ തൃശ്ശൂരിൽ നിന്ന് ഞാൻ പോയി, എന്നോട് പാർട്ടി പറഞ്ഞു ആലപ്പുഴയ്ക്ക് പോകാൻ. അവിടെ പുന്നപ്ര തെക്ക് 1ാം സ്ഥാനം BJPക്ക്. താമരച്ചെല്ലത്തിൽ അരുവാൾ ചുറ്റികയിൽ നിന്ന് വോട്ടുകൾ മുഴുവൻ ബഹുഭൂരിപക്ഷം വരുന്ന വോട്ടുകളും പുന്നപ്ര തെക്കും പുന്നപ്ര വടക്കും തന്ന് പുന്നപ്ര പഞ്ചായത്തിൽ നമ്മൾ 1ാം സ്ഥാനമാണ്. അത് കള്ളവോട്ട് ചേർത്തിട്ടാണോ? തെരഞ്ഞെടുപ്പിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ഞാൻ ആലപ്പുഴയ്ക്ക് പോയത്. 9 തെരഞ്ഞെടുപ്പിൽ തോറ്റ ആളാണ് ഞാൻ. 3 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ, 6 അസംബ്ലി തെരഞ്ഞെടുപ്പിലും 3 പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും. വല്ല കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. കാരണം ഞങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല, കേരളത്തിലെ ജനങ്ങൾക്ക് ഭാഗ്യമില്ലാതായി പോയി. അതുകൊണ്ട് തൃശ്ശൂരിലെ ജനങ്ങൾ പ്രബുദ്ധത കാണിച്ചപ്പോ ശ്രീമാൻ സുരേഷ് ഗോപി ജയിച്ചു. ഒരാൾ 1-ന് 2 തന്നത് ശ്രീമാൻ നരേന്ദ്രമോദി. ജയിപ്പിക്കാത്ത, എലക്ഷനിൽ പോലും മത്സരിക്കാത്ത ശ്രീമാൻ ജോർജ് കുര്യന് തന്നു ഒരു മന്ത്രിസ്ഥാനം. കേരളത്തിലെ ജനങ്ങളെ നോക്കാൻ, ജനങ്ങളെ സംരക്ഷിക്കാൻ ശ്രീമാൻ സദാനന്ദൻ മാസ്റ്ററെ കുറിച്ചാണ് ഇപ്പൊ ജയരാജൻ, വെളുത്ത ജയരാജൻ പറഞ്ഞു. അവിടെ വെടികൊണ്ട ജയരാജൻ, വെട്ടുകൊണ്ട ജയരാജൻ, അങ്ങനെ 3 ജയരാജന്മാരുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ ഒരു ജയരാജൻ എനിക്ക് കുറച്ച് ഇഷ്ടമാണ്. കാരണം
അദ്ദേഹം നരേന്ദ്രമോദിയെ കാണാനെങ്കിലും മനസ്സിൽ തീരുമാനമെടുത്ത് ഡൽഹി വരെ വന്ന ആളാണ്. ജയരാജൻ വിട്ടു, ബാക്കി 2 ജയരാജന്മാർ. അതിലൊരു വെളുത്ത ജയരാജൻ പറഞ്ഞു, എന്ത് സദാനന്ദൻ മാസ്റ്റർ ഞങ്ങളുടെ സഖാക്കന്മാരെ ജയിലിൽ അടച്ചിട്ട് അങ്ങനെ സുഖമായിട്ട് നടക്കാമെന്ന് കരുതണ്ട എന്നാണ് മിസ്റ്റർ ജയരാജൻ പറഞ്ഞത്. ജയരാജേട്ടോ, കാലം മാറി. ഇത് ഭാരതീയ ജനതാ പാർട്ടിയുടെ അഖിലേന്ത്യാ ലീഡർ, രാജ്യത്തിന്റെ ഹോം മിനിസ്റ്ററായിട്ട് ഭരണകൂടത്തിന് നേതൃത്വം നൽകുന്ന അമിത്ഷാ വിളിച്ചു ചോദിക്കും പിണറായി വിജയനോട്. എന്താണെന്നറിയുമോ? ഞങ്ങളുടെ പ്രവർത്തകന്മാരുടെ ശരീരത്തിൽ കത്തി കയറ്റാൻ ശ്രമിക്കുമ്പോ, ഞങ്ങളുടെ പ്രവർത്തകന്മാരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോ, കണ്ണൂരിനെ കലാപഭൂമിയാക്കി മാറ്റാൻ ശ്രമിക്കുമ്പോ, ഒരു കൈയില്ലാത്ത ജയരാജേട്ടൻ വീണ്ടും അമൃതയിൽ പോയി അഡ്മിറ്റ് ആകേണ്ടി വരും പേടിച്ചിട്ട്. പോയില്ലേ? 4 തവണ പോയി. ഞങ്ങൾ കണക്ക് പറയണോ? അപ്പൊ കണ്ണൂരിൽ നിങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുക, ഞങ്ങൾ